കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീമിൽ എംടെക് പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ എഞ്ചിനീയറിംഗ് കോളേജസ്. ഇപ്പോൾ ജോബ് പ്രൊഫൈലുകൊണ്ടും സാലറി സ്കെയിലുകൊണ്ടും വളരെ അട്രാക്റ്റീവ് ആയിട്ടൊരു ജോബാണ്. അപ്പോൾ ഈ പോസ്റ്റിൻ്റെ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ വരാൻ സമയമായോ, പഠിച്ചു തുടങ്ങേണ്ട സമയമായോ, ഏണസ്റ്റ് അക്കാഡമിൻ്റെ ഓൺലൈൻ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള ക്വയറീസ് നമുക്ക് നമ്മുടെ നിരന്തരം വാട്സപ്പ് ഗ്രൂപ്പുകളിലും ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലും യൂട്യൂബ് സ്പേസിലും ഒക്കെ ലഭിക്കാറുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ഇതിൻ്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷനിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ഇപ്പോൾ ലാസ്റ്റ് ടൈം ഇത് വിളിച്ചിരുന്നത് 2021 723/2021 ആയിരുന്നു കാറ്റഗറി നമ്പർ. ഇപ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ എംടെക് ആണ്, അതേപോലെ സാലറി സ്കെയിൽ ACT സാലറി സ്കെയിലാണ്. ലാസ്റ്റ് ടൈം വിളിച്ചപ്പോൾ ഏജ് ലിമിറ്റ് 20 to 39 ആണ്. പക്ഷേ PSCയുടെ പുതിയ ഏജിൻ്റെ കേസിലുള്ള റിവിഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ 40 ഏജ് ലിമിറ്റ് ആക്കിയിട്ടുണ്ട്. ഒപ്പം ഏജ് റിലാക്സേഷൻ്റെ ഗ്യാപ്പും കിട്ടേണ്ട ആൾക്കാർക്ക് കുറച്ചുകൂടെ അവസരങ്ങൾ ഇത് കിട്ടുന്നതായിരിക്കും. ഇനിയും എൻ്റെ ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ എൻ്റെ ലാസ്റ്റ് ടൈമിൽ എക്സാം PSC നടത്തി ഇതിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് 2024 ഓക്കെ. ഇപ്പോൾ കട്ട് ഓഫ് മാർക്ക് വന്നിരുന്നത് 50.67 ആണ്. വലിയ കട്ട് ഓഫ് മാർക്കൊന്നും ആയിരുന്നില്ല. എന്നാൽ ക്വസ്റ്റ്യൻസ് അത്ര ഈസി അല്ലായിരുന്നു, വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടൊരു എക്സാം ആയിരുന്നു. മാക്സിമം മാർക്ക് ലഭിച്ച ആളുടെ മാർക്ക് എന്ന് പറയുമ്പോൾ 65.67 ആയിരുന്നു. അതായത് എഴുത്ത് പരീക്ഷയിൽ ഇൻ്റർവ്യൂ ഉൾപ്പെടെയുള്ള മാർക്കല്ല ഞാൻ ഈ പറയുന്നത്. എഴുത്ത് പരീക്ഷയിൽ 100-ൽ മാക്സിമം മാർക്ക് ലഭിച്ചിരുന്നത് 65.67 ആയിരുന്നു. ഇപ്പോഴും മെയിൻ ലിസ്റ്റിൽ 28 പേരെ ആയിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. ഇതുവരെ 20 പേർക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയും നമ്മുടെ ചോദ്യങ്ങളിലേക്ക് വരാം. ഇതിൻ്റെ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ വരാൻ സമയമായോ? ഇപ്പോൾ നമ്മുടെ ലിസ്റ്റ് ഇത് വന്നിരുന്നത് നമ്മൾ നോക്കുവാണെങ്കിൽ ഫെബ്രുവരി 2024 ഇപ്പോൾ PSCയുടെ പുതിയ ട്രെൻഡുകളൊക്കെ നോക്കുവാണെങ്കിൽ ഒരു ലിസ്റ്റ് നിലനിൽക്കെ തന്നെ ഏകദേശം 2 വർഷം കഴിയുമ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ PSC അനൗൺസ് ചെയ്യും. ഇപ്പോൾ ബാക്കിയുള്ള ഒരു വർഷത്തിൽ PSC എന്ത് ചെയ്യും? പുതിയ നോട്ടിഫിക്കേഷൻസിൻ്റെ എക്സാം നടത്തി, ഇൻ്റർവ്യൂ എല്ലാം നടത്തി, ആ ലിസ്റ്റ് കഴിയുമ്പോൾ പുതിയ ലിസ്റ്റ് എന്ത് ചെയ്യും? പബ്ലിഷ് ചെയ്യും. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇനിയും എക്സാം നോട്ടിഫിക്കേഷൻ വന്നാൽ കാണും. നമുക്ക് ഒരു 3-4 മാസം ഈ ഒരു കലണ്ടർ ഇയറിൽ തന്നെ ഒരു മാർച്ച് ഏപ്രിലിലേക്ക് എക്സാം നോട്ടിഫിക്കേഷൻ വന്നാൽ എന്തായാലും ഈ കലണ്ടർ ഇയറിൽ തന്നെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറിയാൽ നോട്ടിഫിക്കേഷൻ ശേഷം 5-6 മാസമേ കിട്ടത്തുള്ളൂ. ഇനിയും പഠിച്ചു തുടങ്ങേണ്ട സമയമായി. കാരണം ടീച്ചിങ് പ്രൊഫൈൽ ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്കറിയാം, ജോബ് പ്രൊഫൈലുകൊണ്ടും സാലറി സ്കെയിലും വളരെ അട്രാക്റ്റീവ് ആയിട്ടൊരു ജോബാണ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ. അപ്പോൾ ടീച്ചിങ് പ്രൊഫൈൽ ഉന്നം വെച്ച് പഠിക്കുന്നവർക്ക് ഇത് കിട്ടാവുന്ന ഏറ്റവും നല്ല ജോബ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് കോമ്പറ്റേറ്റീവായിട്ട് പഠിക്കണം. കാരണം എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്ക് തന്നെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 50.67 ആണ്. കോമ്പറ്റേറ്റീവ് ആണ്. നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ഇതിൻ്റെ ക്വസ്റ്റ്യൻ സെറ്റിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനിയും എക്സാം എത്ര കോമ്പറ്റേറ്റീവ് ആയിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എംടെക് കംപ്ലീറ്റ് ചെയ്ത IT സ്ട്രീമുകളിലൊക്കെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീമിലൊക്കെ എംടെക് കംപ്ലീറ്റ് ചെയ്ത ആളുകളുടെ എണ്ണവും ഇതിന് അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണവും നമ്മൾ നോക്കുവാണ് താരതമ്യേന വളരെ കുറവാണ്. ഏറിയാലൊരു 5,000-7,000 റേഞ്ചിലൊക്കെ ആയിരിക്കും ഈ പോസ്റ്റിനൊക്കെ ആൾക്കാർ അപ്ലൈ ചെയ്യുന്നത്. അതിൽ കൺഫർമേഷനൊക്കെ കൊടുക്കുന്നത് നിയർലി ഒരു 5,000 ആളുകളായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ അതിൽ ഒരു 20 പേർക്ക് അല്ലെങ്കിൽ 30 പേർക്ക് അഡ്വൈസ് ലഭിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ പോസ്റ്റ് ആസ്പയർ ചെയ്ത് പഠിക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തോളൂ. ഇനിയും ഏണസ്റ്റ് അക്കാഡമി ഇതിൻ്റെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? നമ്മൾ വളരെ താമസിക്കാതെ തന്നെ ഇതിൻ്റെ ലൈവ് ലോങ് ടൈം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, കമ്പ്യൂട്ടർ സയൻസിൽ നമ്മൾ നടത്തിയ എല്ലാ കോഴ്സുകളിലും വലിയ വിജയമാണ് നമുക്ക് നേടാൻ സാധിച്ചേക്കുന്നത്. പ്രോഗ്രാമർ പോസ്റ്റുകൾ, അതേപോലെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ IT-യുടെയൊക്കെ പോളി ലെക്ചർ IT, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ സയൻസ്, ഇതിൻ്റെ എല്ലാ ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്തപ്പം നമ്മൾ കണ്ട കാര്യം എന്തായിരുന്നു? റാങ്ക് ലിസ്റ്റിൻ്റെ വലിയൊരു ശതമാനം ഉദ്യോഗാർത്ഥികൾ ഏണസ്റ്റ് അക്കാഡമിയുടെ സ്റ്റുഡൻസ് ആയിരുന്നു. ടോപ്പ് റാങ്കുകളും നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 3 വർഷക്കാലമായിട്ട് PSC പബ്ലിഷ് ചെയ്ത ഡിഫറൻറ്റ് സ്ട്രീംസിലെ ടെക്നിക്കൽ എക്സാംസുകളിൽ ആദ്യ റാങ്കുകൾ നേടിയ ഉദ്യോഗാർത്ഥികളുടെ ഫോട്ടോസാണ്. അപ്പോൾ ഈ വിജയം നമുക്ക് വീണ്ടും ആവർത്തിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? സ്റ്റുഡൻസിനെ നല്ല രീതിയിൽ ബാക്ക് ചെയ്യുന്ന ഒരു അക്കാഡമിക് പാനൽ നമുക്കുണ്ട്. നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള മെൻറ്റേഴ്സും സ്റ്റുഡൻസിന് ഏറ്റവും നല്ല കണ്ടൻറ് ഡെലിവറി ചെയ്യുന്ന ഫാക്കൽറ്റീസും പിന്നെ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ഏണസ്റ്റ് അക്കാഡമി തിരഞ്ഞെടുത്ത് നമ്മളോടൊപ്പം ഒരുമിച്ച് നിന്ന് പഠിക്കാൻ കാണിക്കുന്ന ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ എല്ലാം ഒരു എഫക്റ്റാണ് നമുക്ക് ഈ കിട്ടുന്ന റിസൾട്ട്സൊക്കെ. അപ്പോൾ എന്തായാലും കൂടുതൽ ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്. കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളുക. ഓൾ ദി ബെസ്റ്റ്.